Okay guys, please pardon the quality of the video. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 9:35 ആയി. ബട്ട് വി ഹാവ് ടു കീപ്പ് ഓൺ ദ ചാലഞ്ച്. അതിനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഓവർ തിങ്കിങ്. നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും ബിക്കോസ് ഓഫ് ഓവർ തിങ്കിങ്, അല്ലേ? മേ ബി എനിക്കിപ്പോൾ ഓവർ തിങ്ക് ചെയ്ത് ഈ വീഡിയോ ആരും കാണാനായിപ്പോൾ, അല്ലെങ്കിൽ ഞാൻ റെഡി ആയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ റീസൺസ് കൊണ്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടിരിക്കാം. പക്ഷെ എന്താണ്, നമ്മളെ ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫോളുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പറയുക, അത്രയാണ് കാര്യം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ ഓവറായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് ചെയ്യുക. അതുകൊണ്ട് അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേറത് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അതിനങ്ങനെ അനലൈസ് ചെയ്ത് അനാലിസിസ് ഈക്വൽ ടു പാരാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ അതിനങ്ങനെ അനലൈസ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി എല്ലാം അങ്ങ് കോളാക്കും. അതിനെക്കാട്ടും നല്ല എന്താ, അങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലും ഒച്ചത്തിൽ പറയാനായിട്ട് പറ്റില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, അത്രേ ഉള്ളൂ. പരിപാടി ഇത്ര സിമ്പിളാണ്. പിന്നെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പം എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഓക്കെ, ഞാൻ ഇന്ന് റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് രാത്രിയായി, അല്ലെങ്കിൽ അങ്ങനെ കുറേ എക്സ്ക്യൂസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങി, നമ്മളിപ്പോൾ ഒരു 30 വീഡിയോ എടുക്കും. അപ്പോൾ എന്താ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഡെയിലി കുറേ സമയം കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പഠിക്കും. ഓക്കെ. അല്ലാണ്ട് എല്ലാം പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയയിൽ ഇങ്ങോട്ട് തുടങ്ങുക, എന്നിട്ട് പിന്നെ അത് റെഡി ആയിക്കോളും. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണമെന്ന് നല്ല മോഹമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങോട്ട് ചെയ്യുക. വേറെ നോക്കൊന്നും വേണ്ട. ഓക്കെ. നമുക്കൊരു ലൈഫിലുള്ളൂ. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യുക. ഓക്കെ. സോ അതാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഓൾറെഡി എത്രയായി സമയം, നല്ല ലേറ്റായി. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതാണ് മെയിൻ. എന്താണ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങോട്ട് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് ചെയ്ത് വയ്ക്കുക അതിന്. ഓക്കെ. അപ്പോൾ എല്ലാവരും പോവുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക ലൈഫിൽ. ഓക്കെ.